ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പൊ അവിടെ നിന്നെ മാത്രം എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ മഫ്ഊൽ ബിഹി ആദ്യം പറഞ്ഞു, നിന്നെ എന്നത്. ആ മഫ്ഊൽ ബിഹി ആദ്യം പറഞ്ഞത് അതിന്റെ പ്രധാനമായ ഒരു ആശയം എന്ന് പറഞ്ഞാൽ മാത്രം എന്ന മുഫസ്സിറുകളൊക്കെ പറയുന്നുണ്ട്. വഖുദ്ദിമൽ മഫ്ഊലു ലിൽ ഹസ്ർ അല്ലെങ്കിൽ ദലാലത്തി അലൽ ഹസ്ർ, മാത്രം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അർത്ഥം. ഇവിടെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളയിടത്ത് നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന അർത്ഥം കൂടെ പറയണം എന്നാണ് മൗദൂദി സാഹിബ് ആവിഷ്കരിച്ച് ആ രൂപത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഈ സമൂഹത്തിൽ തൻ്റെ പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ അർത്ഥം. അവിടെ അതുകൊണ്ട് വരുന്നത് അല്ലാഹ്ക്കല്ലാതെ ആർക്കും ആരാധന അർപ്പിക്കാൻ പാടില്ല എന്നാണ്. അത് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന് പോലും എന്ത് ചെയ്യാൻ പാടില്ല, ആരാധന ചെയ്യാൻ പാടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളയല്ല, അള്ളാഹ്ക്ക് മാത്രമേ ആരാധന പാടുള്ളൂ. എന്നാൽ അവിടെ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന അർത്ഥം കൂടെ പറയുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹനല്ലാതെ ആരെയും അനുസരിക്കാൻ പാടില്ല എന്ന് വരും. അപ്പോ ആരനുസരിക്കാൻ പറ്റൂല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കാൻ പാടില്ലാത്ത പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനും പറ്റൂല. കാരണം ആർക്ക് മാത്രമുള്ളതാണ് അനുസരണം? അള്ളാഹ്ക്ക് മാത്രമുള്ളതാണെന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാതെ ആരെയും അനുസരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാൻ പാടില്ല, ഉമ്മാനി ഉപ്പാനി അനുസരിക്കാൻ പാടില്ല, അതുപോലെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കാൻ പാടില്ല, വിദ്യാർത്ഥികൾ അധ്യാപകൻ അനുസരിക്കാൻ പാടില്ല. കാരണം എന്താ? ഒന്നും അല്ലല്ലോ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രങ്ങൾ അനുസരിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കുന്ന ഒരു അബദ്ധം അതാണ്. അപ്പോ അവിടെ ആ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പിഴച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചില ആശയങ്ങൾ കെട്ടിപ്പടുത്തത്. യഥാർത്ഥത്തിൽ അനുസരണത്തിന്റെ ഇസ്ലാമിക മാനം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ല എന്നാണ്. അതിന്റെ അർത്ഥം അള്ളാഹുവിന് ധിക്കാരമായ രൂപത്തിൽ അല്ല എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് എതിരാകാത്ത രൂപത്തിലാണെങ്കിൽ അനുസരിക്കാം. ചില അനുസരണങ്ങൾ നിർബന്ധവും. ഉമ്മാനി ബാപ്പനെ അനുസരിക്കണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ അനുസരിക്കണ്ടേ? യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. ഈ ആയത്ത്, ഇതേ പദങ്ങൾ, സമാനമായ ആശയത്തിൽ എത്രയാണ് ഖുർആൻ തന്നെ പറഞ്ഞത്? അള്ളാഹുവിനെ മാത്രമാണ് അനുസരിക്കാൻ പാടുള്ളൂ. അല്ലല്ലാത്തവർ അനുസരിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് എങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? പ്രവാചകൻ അനുസരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പ്രവാചകൻ അനുസരിക്കണം എന്ന് ഖുർആൻ പറയോ? പ്രവാചകൻ അള്ളാഹിനെ അനുസരിക്കണം, പ്രവാചകൻ അനുസരിക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? അപ്പൊ നേരെ തൗഹീദിന് വിരുദ്ധമായിട്ട് ഖുർആൻ തന്നെ പറഞ്ഞോ? അപ്പോ അനുസരണത്തിന്റെ ഇസ്ലാമിക മാനം എന്ന് പറയുന്നത് ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹുവിന് എതിരാകാത്ത രൂപത്തിൽ ചില അനുസരണം പ്രവാചകൻ സ്വന്തം അനുസരിക്കണം നിർബന്ധമാണ്. അങ്ങനെ അനുസരിക്കൽ നിർബന്ധമായതുണ്ടാവും, ചില അനുസരിക്കൽ അനുവദനീയമായതുണ്ടാവും. അപ്പൊ ഈ രൂപത്തിലാണ് അനുസരണത്തിന്റെ മാനദണ്ഡം. ഇനി ഇത് വെച്ചുകൊണ്ട് അവരുണ്ടാക്കിയ ആശയത്തിന്റെ ഭാഗമാണ് സത്യത്തിൽ പഴയ കാലത്ത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അവരതിന് കാരണം പറഞ്ഞതറിയോ? നമുക്ക് ആവൂല, അല്ലെങ്കിൽ എന്തെങ്കിലും സമരത്തെ പങ്കെടുത്താൽ പരിക്ക് പറ്റും, ഈ പേടിയോ അതൊന്നുമല്ല. അവര് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തി ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്തി ആട്ടി ഓടിച്ചാൽ
പകരം വരുന്നത് എന്തല്ല, ഒരു ഇസ്ലാമിക ഭരണകൂടമല്ല. അപ്പൊ അവരുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസ രീതി എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ്, ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണ്, ഈ ഗവൺമെന്റിനെ അനുസരിക്കുന്നത് ആരനുസരിക്കലല്ല, അള്ളാഹനല്ലല്ലോ അനുസരിക്കുന്നത്. ഇവിടുത്തെ ഈ സംവിധാനത്തല്ലേ. ആരെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ? അള്ളാഹനെ മാത്രം. അല്ലാത്തവരെ അനുസരിച്ചാലോ അത് ശിർക്കാണ്. കാരണം ഇയ്യാക്കനെ അഅ്ബുദു എന്നാണ് അവർ അതാണ് അവരുടെ അടിസ്ഥാനം. അത് വെച്ചിട്ടാണ് അവർ ദുർവ്യാഖ്യാനം ചെയ്തത്. അപ്പോ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതുപോലെ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, ഈ ഭരണകൂടത്തെ അനുസരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പങ്കെടുത്ത് ഈ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഉപേക്ഷിച്ചു പോയി. പകരം വരുന്നത് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും ഒക്കെ അതല്ലല്ലോ വരുന്നത്. പകരം എന്താണ്? മറ്റൊരു ജനാധിപത്യ വ്യവസ്ഥയല്ലേ വരുന്നത്. അപ്പൊ ലാത്ത പോയി മനാത്ത വരലാണ് എന്ന് പറഞ്ഞാൽ ലാത്തൊരു വിഗ്രഹം, മനാത്ത മറ്റൊരു വിഗ്രഹം, രണ്ടും കണക്കാണ്. ഇതുകൊണ്ടാണ് അവർ ഇത് വിട്ടുന്നത്. മാത്രമല്ല അന്ന് അവര് അവരുടെ അടിസ്ഥാനം എപ്പോഴും അത് തന്നെയാണ്. എന്താണ്? വോട്ട് ചെയ്യാൻ പാടില്ല. കാരണം വോട്ട് ചെയ്താൽ എന്താ വരാൻ പോകുന്നത്? ഇസ്ലാമിക ഭരണകൂടമല്ലല്ലോ. അതേപോലെ തന്നെ ഗവൺമെന്റ് ജോലി എടുക്കാൻ പാടില്ല. അപ്പൊ ഒരു 10 മണിക്ക് ഒരു ഉദ്യോഗസ്ഥൻ ഓഫീസിൽ എത്തണം എന്നൊരു നിയമം ആ ഉദ്യോഗസ്ഥൻ അനുസരിച്ചാൽ അള്ളാനെയാണോ അനുസരിക്കുന്നത്? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ 10 മണിക്ക് ഓഫീസിൽ എത്തണം? ഇല്ല. അത് ഇവിടുത്തെ ഭരണകൂടം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അപ്പൊ ആരെ അനുസരിക്കുന്നത്? അല്ലാത്തവരെയാണ്. അപ്പൊ അത് ഇയ്യാക നഅ്ബുദു, അവരുടെ ഭാഷയിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നതിന്റെ കൂടെ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന അവരുടെ ആ വിശ്വാസത്തിനെതിരായി. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്. എത്രത്തോളം വെച്ചാൽ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യൂല. എപ്പോഴേ മത്സരിക്കുള്ളൂ? അവരുടെ മുൻ വാദം എന്താണെന്നറിയോ? ഒരു ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ആ രൂപത്തിൽ അന്തരീക്ഷം വരുന്ന രംഗത്ത് മാത്രമേ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ. പക്ഷേ അവര് സങ്കല്പിക്കുന്ന, അവര് മുന്നോട്ട് വെക്കുന്ന ഒരു തൗഹീദ് അനുസരിച്ച് അവർക്ക് തന്നെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെയുള്ള ലോകത്തെ ഏക അത്ഭുത ജീവിയായിരിക്കും ജമാഅത്ത് ഇസ്ലാമി. കാരണം ഒരു തൗഹീദ് മുന്നോട്ട് വെക്കുക. അപ്പൊ നമ്മള് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലാക്കാൻ കഴിയും നമുക്ക്. എന്നാൽ ഇവരീ പറയുന്ന പോലെ അള്ളാഹിനെ മാത്രമാണ് അനുസരിക്കേണ്ടത് അല്ലെങ്കിൽ ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് തന്നെ അത് പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അവർക്ക് ആരൊക്കെ ഉമ്മാൻ അനുസരിക്കേണ്ടേ, വാപ്പൻ അനുസരിക്കണ്ടേ, എന്തെല്ലാം അനുസരിക്കേണ്ട, അധ്യാപകന് ഒരു പ്രിൻസിപ്പൾ ആണെങ്കിൽ കീഴിലുള്ള ആൾക്കാർ അനുസരിക്കണ്ടേ, അത് മാനേജ്മെന്റ് അനുസരിക്കണ്ടേ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ട്. അതൊക്കെ ഇവർ അനുസരിക്കുന്നുണ്ട്. പോയി അവർ തന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. എന്നിട്ട് അവരെന്നെ മത്സരിക്കുക. എന്നിട്ട് അവരെ കുറിച്ചാണ്, വളരെ ന്യൂനപക്ഷമുള്ള അവരെ കുറിച്ചാണ് ചർച്ച നടന്നു കൊടുക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇസ്ലാമിക ഭരണം ഇവിടെ ഉണ്ടാകണമെന്നും ഇല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കീഴിൽ ജീവിക്കുന്ന ഒരാള് ആ വ്യവസ്ഥിതിയെ അനുസരിക്കുന്നത് കൊണ്ട് ശിർക്ക് ചെയ്യുകയാണ്, തൗഹീദിന് എതിരാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് അവരുടെ വാദം. അവിടെയാണ് നമ്മളും അവരും, നമ്മൾ എന്ന് പറഞ്ഞാല് നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ, നമ്മൾ സലഫി പ്രവർത്തകർ, അതേപോലെ തന്നെ നമ്മൾ മുജാഹിദുകൾ, നമ്മൾ അവരുമായി വേറിട്ട് നിൽക്കുന്ന മർമ്മപ്രധാനമായ ഭാഗം അതാണ്. ഇസ്ലാമിക രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ തൗഹീദ് പൂർത്തിയാകൂ എന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. എത്രയോ പ്രവാചകന്മാർ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന് ഭരണം കിട്ടിയിട്ടുണ്ടോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ? എത്ര പ്രവാചകന്മാർക്കാണ് കിട്ടിയത്? വളരെ കുറഞ്ഞ പ്രവാചകന്മാർക്കല്ലേ. അപ്പൊ അവിടെ നിന്ന് വിശ്വാസം പൂർത്തിയല്ലേ, തൗഹീദ് പൂർത്തിയല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ മർമ്മപ്രധാനമായ കാര്യം എന്നത് നമ്മൾ മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കും.